നമ്മുടെ ICICI ബാങ്കിന്റെ ATM പിൻ നമ്പർ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ അത് റിക്കവർ ചെയ്തെടുക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ICICI ബാങ്കിൻ്റെ ഒരു ATM കൗണ്ടറിലോട്ട് പോയതിന് ശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ 2 ഓപ്ഷൻസ് വന്നതായിട്ട് കാണാം. ഇതിൽ നമ്മൾ രണ്ടാമതായിട്ടുള്ള ജനറേറ്റ് ATM പിൻ എന്നുള്ള ഏരിയയിലാണ് നമ്മൾ കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ പിൻ നമ്പർ നമ്മളിവിടെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഏരിയയിലോട്ട് എത്തും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ജനറേറ്റ് OTP എന്നുള്ള ഏരിയയിൽ കൃത്യമായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തെറ്റില്ലാണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള യെസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബാങ്കിൽ ആഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റൊന്നും കൂടാതെ എൻ്റർ ചെയ്തിട്ട് വീണ്ടും യെസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുക. പിന്നീട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിവിടെ ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് വന്നതായിട്ട് കാണാം സ്ക്രീനിൽ. അതായത് നമുക്ക് ബാങ്ക് ഒരു OTP നമ്പർ, ഒരു 4 അക്ക OTP നമ്പർ നമുക്ക് അയക്കും. ആ OTP നമ്പർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ OTP വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ATM കാർഡ് ഒന്ന് മിഷനിൽ നിന്ന് തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കാർഡ് മിഷനിലോട്ട് തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാർഡ് വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ആ സെയിം ഓപ്ഷൻസ് വീണ്ടും നമ്മൾ കാണും. അതിൽ ആ രണ്ടാമത് ഓപ്ഷനായിട്ടുള്ള ജനറേറ്റ് ATM പിൻ എന്നുള്ള ഏരിയയിലാണ് കൃത്യമായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ സെയിം പേജിൽ വീണ്ടും എത്തുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആ ടൈം സെലക്ട് ചെയ്തിട്ടുള്ള ഏരിയയിലല്ല ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഓൾറെഡി ഹാവ് OTP ജനറേറ്റ് ATM പിൻ എന്നുള്ള ആ സെക്കൻഡ് ഓപ്ഷനിലാണ് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മുടെ OTP, അതായത് നമുക്ക് മുന്നേ വന്നിട്ടുള്ള ആ 4 അക്ക OTP നമ്പർ എൻ്റർ ചെയ്യേണ്ട ഏരിയയിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ആ 4 അക്ക OTP നമ്പർ എൻ്റർ ചെയ്തിട്ട് യെസ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീടാണ് നമ്മൾ പുതിയ ATM പിൻ സെറ്റ് ചെയ്യേണ്ട ഏരിയയിലോട്ട് എത്തുന്നത്. അപ്പോൾ നമ്മൾ പിന്നീടുള്ള നമ്മുടെ ATMൻ്റെ ആവശ്യത്തിനെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള പിന്നാണിത്. അപ്പോൾ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന ഒരു 4 അക്ക പിൻ നമ്പർ എന്നോട് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതിനുശേഷം കൺഫർമേഷൻ്റെ ഭാഗമായിട്ട് ഇത് എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതും കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് ഒന്ന് യെസ് എന്നുള്ള ഏരിയയിൽ ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് കാണാം. നമ്മുടെ പിൻ നമ്പർ സക്സസ്ഫുൾ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എന്ന നിലയിൽ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.